ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരെയും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെടുന്നവർ മാക്സിമം നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. മാക്സിമം അല്ല, ഓരോ ലൈക്കേ അടിക്കത്തുള്ളൂ, ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ നീലിമയ്ക്ക് പുരികം ത്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്, അതായത് ഐബ്രോ എടുത്ത് കൊടുക്കുകയാണ്. അപ്പം എടുത്തു കഴിഞ്ഞു. അപ്പം ഓക്കെ അല്ലേ മേഡം എന്നിങ്ങനെ ചോദിച്ചു വിട്ടു നമ്മുടെ നീലിമയോട്. അപ്പം പറഞ്ഞു ഓക്കെ, അടിപൊളിയായിട്ടുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. പക്ഷേ നീലിമയ്ക്ക് പിരികം എടുത്ത ആ ഒരു സമയത്ത് നന്നായിട്ട് വേദനിപ്പിച്ചിട്ട് തന്നെയാണ് നമ്മുടെ ശ്രുതി പിരികം എടുക്കുന്നത്. കാരണം അത്രയ്ക്ക് ദേഷ്യം നമ്മുടെ ശ്രുതിക്ക് ഉണ്ടല്ലോ. ഏതായാലും ഈ സമയത്ത് നമ്മുടെ ശ്രുതി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ശ്രുതി അവിടെ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. അങ്ങനെ ശ്രുതി നേരെ നമ്മുടെ ഗ്രീൻലാൻഡ് ബ്യൂട്ടി പാർലറിൽ എത്തി കേട്ടോ. അങ്ങനെ ഗ്രീൻലാൻഡ് ബ്യൂട്ടി പാർലറിൽ എത്തി ഓടി അകത്തേക്ക് കയറുകയാണ്. അപ്പം റിസപ്ഷനിൽ ആളുണ്ട്. സാധാരണ ചോദിച്ചിട്ടാണ് അകത്തേക്ക് കയറുന്നത്. അപ്പം നമ്മുടെ ശ്രുതി അതൊന്നും ചോദിക്കാതെ നേരെ അകത്തേക്ക് കയറി പോയപ്പോഴത്തേക്കും സാർ എന്തേ കാണിക്കുന്നത്, കസ്റ്റമർ ഉണ്ടോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്ത് കസ്റ്റമർ എന്നും പറഞ്ഞുകൊണ്ടാണ് നേരെ അകത്തേക്ക് കയറി ചെല്ലുന്നതും. കയറി ചെന്ന് നമ്മുടെ നീലിമയുടെ പുറകിലായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, നീലിമേനെ നോക്കിക്കൊണ്ട്. അപ്പൊ നീലിമയ്ക്ക് പുറകെ നിൽക്കുന്ന ആളെ കാണത്തില്ലല്ലോ, പക്ഷെ കാണാം കണ്ണാടി കൂടെ. ബ്യൂട്ടി പാർലർ ആയതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ ഒരു കണ്ണാടി വെച്ചിട്ടുണ്ടായിരുന്നു. ആ കണ്ണാടി കൂടെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും ദാ പുറകില് നമ്മുടെ സുധി നിൽക്കുന്നു. ഒരു നിമിഷം ഞെട്ടിങ്ങിപ്പോയി നീലിമ സുധീനെ കണ്ടിട്ട്. പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്ക് സുധി തന്നെ. എന്ത് ചെയ്യാൻ പറ്റും, ആകെ വല്ലാത്തൊരു വെപ്രാളം. എന്നിട്ട് അറിയാതെ വായിന്ന് സുധി എന്താ ഇവിടെ എന്നിങ്ങനെ ആയിപ്പോയി കേട്ടോ. കാരണം അറിയാതെ അങ്ങനെ വന്നുപോയി. പെട്ടെന്ന് എണീറ്റിട്ട് മതി, എനിക്ക് ഫേഷ്യലൊന്നും വേണ്ട, ഞാൻ പോവാന്നും പറഞ്ഞിട്ട് പോകാൻ വേണ്ടി തുടങ്ങിയപ്പോഴത്തേക്കും എങ്ങോട്ട് പോവാടിയെന്ന് പറഞ്ഞിട്ട് ശ്രുതിയും കൂടി അങ്ങ് കയറി അങ്ങോട്ട് പിടിച്ചിട്ട് ഇരിക്കടി അവിടെയെന്ന് പറഞ്ഞ് പിടിച്ച് വലിച്ചിട്ട് ആ കസേരയിൽ അങ്ങ് ഇരുത്തി കേട്ടോ. പുള്ളിക്കാരി വന്ന് തീർച്ച് കസേര വന്ന് ഇരിക്കുകയും ചെയ്തു. പെട്ടെന്ന് വീണ്ടും പുള്ളിക്കാരി എണീച്ചിട്ട് നിങ്ങൾ എന്തായി കാണിക്കുന്നത്, എനിക്ക് ഫേഷ്യൽ ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, എനിക്ക് പോകണം, ഞാൻ പോവാ എന്നും പറഞ്ഞ് പോകാൻ വേണ്ടി വീണ്ടും ഇങ്ങനെ വെപ്രാളപ്പെടുക. എന്നിട്ട് ശ്രുതി പറഞ്ഞു, അവനെ ചതിച്ച് അവന്റെ ക്യാഷും അടിച്ചു മാറ്റി മുങ്ങിയവളോട് എന്തു മര്യാദയടി കാണിക്കേണ്ടത്. നിന്നെ ഞങ്ങൾ അന്വേഷിച്ചിരുന്നു. നീ കാനഡയിലാണെന്ന് ഞങ്ങൾക്കറിയായിരുന്നു. അവിടെ എവിടെയാണെന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നടി. നാണമില്ലാത്തവളെ, നീ അവിടെ ഇരിക്കടി. കാനഡയിൽ വന്ന് നിന്നെ പൊക്കണമെന്ന് ഓർത്താ, പക്ഷേ കാനഡയിൽ വന്ന് നിന്നെ പൊക്കേണ്ടി വന്നില്ല. നീ ആയിട്ട് തന്നെ ഞങ്ങളുടെ മുമ്പിൽ വന്ന് ചാടി. ഇനി ഇനി നീ ഇവിടുന്ന് പുറത്തു പോകണമെങ്കിൽ ഞങ്ങൾ വിചാരിക്കണം, അല്ലാതെ നിനക്ക് പുറത്തു പോകാൻ പറ്റത്തില്ല. ഇരിക്കണേ അവിടെ, നീ എങ്ങോട്ടാടി എണീറ്റ് പോകുന്നു, ഇരിക്കാൻ റെഡി പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നീലിമേനെ അവിടെ ഇങ്ങനെ ഇരുത്തി. അപ്പോഴത്തേക്കാണ് നമ്മുടെ ശ്രുതി ചോദിച്ചത്, എടി നീ ഒരു പെണ്ണാണോ? എൻ്റെ വീട്ടുകാരെ ഉപേക്ഷിച്ച് ഞാൻ നിന്റെ കൂടെ വരാൻ തയ്യാറായത് അത്രമാത്രം ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്നു. എന്നാൽ നീ എന്നോട് വെറും പ്രണയം നടിക്കല്ലായിരുന്നോടി. എൻ്റെ ക്യാഷിന് വേണ്ടിയല്ലടി നീ എൻ്റെ പുറകെ നടന്നത്. എന്നെ ചതിച്ച് ക്യാഷുമായിട്ട് നീ ഓടിപ്പോയി. നിന്നെ കൈ കിട്ടാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നടി പിഴച്ചവളെ. നീ കാരണം ഞാൻ എൻ്റെ കുടുംബത്തിൽ സഹിച്ച അപമാനത്തിലെ കണക്കില്ല, നിന്നെ കൊല്ലി ഞാനെന്ന് പറഞ്ഞുകൊണ്ട് കഴുത്തി പിടിച്ചങ്ങോട്ട് ഞെക്കി കേട്ടോ. ശ്രുതിയാണെ പേടിച്ചു പോയി. ശ്രുതി പറഞ്ഞു, എന്തായി കാണിക്കുന്നത്, ശ്രുതി വിട് വിട് ശ്രുതി എന്നും പറഞ്ഞ് അങ്ങനെ കഴുത്തിനെ ഒരുമാതിരി എങ്ങനെയോ വിടിയിപ്പിച്ചു കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു, ശ്രുതി എന്തായി കാണിക്കുന്നത്, ഇവളെ കൊന്നിട്ട് നമുക്ക് എന്ത് കിട്ടാനാ? ഇവക്കൊന്നും അല്പം പോലും മനസാക്ഷിയില്ല. പ്രണയം നടിച്ചതേ ഇവളെന്നെ ചതിച്ചില്ലേ ശ്രുതി. എന്റെ ജീവിതം കൊണ്ടല്ലേ ഇവൾ എന്നോട് ഇത്രയൊക്കെ കാണിച്ചത്. എന്റെ ജീവിതം പാഴായി പോകേണ്ടതല്ലേ? അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു, പ്രണയത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചൊക്കെ ഇവക്ക് എന്തറിയാം? പ്രണയവും സ്നേഹവും ഒക്കെ ക്യാഷ് മേടിക്കാനുള്ള ഒരു വഴി മാത്രമാണ്. ഇവളെ ഒരു ഫ്രോഡാ. അപ്പോഴത്തേക്ക് നീലിമ പറഞ്ഞു, നിനക്ക് അറിയാടി, ഒന്നും അറിയാതെ സംസാരിക്കാൻ നിൽക്കരുത്. എനിക്കെല്ലാം അറിയാടി. ശ്രുതിയെപ്പോലെ ഒരു ഇന്നസെന്റ് ആയിട്ടുള്ള ആളെ ചതിക്കാൻ വേണ്ടി നിനക്ക് എങ്ങനെയാടി തോന്നിയത്? അയ്യോ, ഇന്നസെന്റോ? ആര്? ഇവന് ഇന്നസെന്റ് ആണെന്ന് നിന്നോട് ആരാ പറഞ്ഞെന്ന് നമ്മുടെ ശ്രുതിയോട് ചോദിച്ചു നീലിമ. അപ്പോഴത്തേക്കാണ് നീലിമ പറഞ്ഞു, ഇന്നസെന്റ് ആണെന്ന് എനിക്കറിയാം. അല്ല, നീ ആരാ ഇവന്റെ ആരാന്നാ ചോദിച്ചത്? ദേ, നീ അവളെ ചോദ്യം ചെയ്യില്ലേ കൂടുതൽ. നീ അവളെ ചോദ്യം ചെയ്യരുത് നീലിമ. നിൽക്കുന്നത് ആരാന്നറിയാമോ? അതെ, എൻ്റെ ഭാര്യയടി. നീ ക്യാഷുമായിട്ട് എന്നെ ചതിച്ച് ഓടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നീ എന്താ ഓർത്തത്? അതോടുകൂടി എൻ്റെ ലൈഫ് അവസാനിച്ചെന്ന് ഓർത്തോ? നിന്നെപ്പോലെ ഒരു പിശാചിനെ എന്നെ ഉപേക്ഷിച്ചപ്പം ദൈവം എനിക്ക് ദേവതയെ പോലൊരു പെണ്ണിനെ തന്നു. ഇവളെനിക്ക് ദേവതയടി, ദേവത. ഞങ്ങളിപ്പോൾ സന്തോഷത്തോടു കൂടിയാണ് കഴിയുന്നത്. ഒരു കണക്കിന്
നീ ഓടിപ്പോയത് നന്നായി. നീ എൻ്റെ ലൈഫിലില്ലാത്തത് എന്നെ മഹാഭാഗ്യമാ. അപ്പോഴത്തേക്ക് നീലിമ പറഞ്ഞു, മതി മതി, നിർത്ത്, ഓവറായിട്ട് സംസാരിക്കല്ലേ. മുമ്പ് കഴിഞ്ഞതിനെ കുറിച്ച് സംസാരിക്കാനും അത് കേൾക്കാനും എനിക്ക് ഒട്ടും താല്പര്യമില്ല. നിങ്ങൾ സന്തോഷത്തോടു കൂടി കഴിയാന്നല്ലേ പറഞ്ഞത്? അങ്ങനെ തന്നെ കഴിയേ. ഞാൻ പോകുന്നു. എന്നെ എന്തിനാ ശല്യം ചെയ്യുന്നത്? ദേ, നീ എവിടെ പോകുന്നു? നിന്നോടല്ലേ അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഇരിക്കടി എവിടെയെന്ന് പറഞ്ഞു ശ്രുതി വീണ്ടും പിടിച്ച് ആ കസേരയിൽ ഇരുത്തി. എന്നിട്ട് നമ്മുടെ ശ്രുതി പറഞ്ഞു, നീ എൻ്റെ ഭർത്താവിൽ നിന്ന് അടിച്ചു മാറ്റി 50 ലക്ഷം രൂപ വെച്ചിട്ട് എങ്ങോട്ടേക്ക് വേണമെങ്കിലും പൊക്കോ. ക്യാഷ് കൊടുക്കാതെ നീ ഇവിടുന്ന് പുറത്തു പോവില്ല. എന്താ, നീ എന്നെ പേടിപ്പിക്കുകയാണോ? അങ്ങനെ പേടിക്കുന്നവളല്ല ഈ നീലിമ. നിനക്കറിയില്ലാഞ്ഞിട്ടാ ഈ നീലിമേനെ. ഇവൻ എൻ്റെ കൂടെ 6 മാസം കഴിഞ്ഞിരുന്നു. ആ ക്യാഷ് അതിൽ കഴിഞ്ഞു. അങ്ങനെ അങ്ങ് കണക്കാക്കിയാൽ മാത്രം മതി. ചി, എന്ത് ചീപ്പാടി നീ! നിനക്ക് ഇങ്ങനെയൊക്കെ പറയാൻ ലജ്ജ തോന്നില്ല? നീ ഒരു സ്ത്രീയാണോ? കൂടെ കഴിഞ്ഞതിന് കാശ് മേടിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് അർത്ഥവും വേറെ, പേരും വേറെയാ. എടി, എന്താടി നീ പറഞ്ഞത്? ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റിരിക്കുന്നത്? അതുപോലെയുള്ള പെണ്ണുങ്ങളെ എന്നെ വിളിക്കുന്നതെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. എടി, മര്യാദയ്ക്ക് നീ ആ പണം ഇവിടെ വെച്ചിട്ട് പോ. അതാ നിനക്ക് നല്ലത്. അതാണ് നിനക്ക് നല്ലത്. ഞാൻ പറഞ്ഞു. ഇനി ഇനി നീ എന്നെ കൊണ്ട് വാ തുറപ്പിക്കരുത്. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു, ശ്രുതി മാറി നിൽക്ക് ശ്രുതി, ഞാൻ പറയാം. ദേ, എൻ്റെ അച്ഛൻ്റെ വേർപ്പാണ് നീ എടുത്തോണ്ട് പോയത്. ആ ക്യാഷ് മൊത്തം എടുത്തോണ്ട് പോകണമെന്നല്ല ഞാൻ വിചാരിച്ചത്. അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ എടുത്ത് ബിസിനസ് ഉണ്ടാക്കി തിരിച്ച് പൈസ കൊടുക്കണമെന്ന്. പക്ഷേ നീ അതിന് സമ്മതിച്ചില്ല. നീ കാരണം എല്ലാവർക്കും മുമ്പിൽ ഞാൻ കള്ളനും ചതിയനും ഒക്കെ ആയി. മര്യാദയ്ക്ക് എൻ്റെ പണം തന്നോ, ഇല്ലെങ്കിൽ ദേ ഞാൻ ആരാണെന്ന് നീ അറിയും. ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് ദിവസം നീ എൻ്റെ കൂടെ ജീവിച്ചതിൽ തീർന്നു ആ ക്യാഷ്. എനിക്ക് അത്ര തന്നെ ഇനിയും പറയാനുള്ളൂ. ഞാൻ ചതിച്ചുവെന്ന് നീ പറയരുത്. നീ ഒരു മണ്ടനായതുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് പറ. എടി, നീ വീണ്ടും എന്നെ മണ്ടനാക്കാൻ നോക്കുകയാണോ? ആ അതെ, വലിയ മാന്യനായിട്ട് സംസാരിക്കുന്നു. ദേ, നീ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുന്നു പറഞ്ഞ് അച്ഛനെ പറ്റിച്ചു മേടിച്ച പൈസയല്ലേടാ അത്. അല്ലാതെ നീ വേറെ ഒന്നും നേടി മേടിച്ചതല്ലോ. നീ ഒരു പാവം പെണ്ണിനെ അല്ലേടി ചതിച്ചത്. നീ ഒരു പെണ്ണിനെ ചതിച്ചിട്ടല്ലേ എൻ്റെ കൂടെ വരാൻ വേണ്ടി നിന്നത്. അപ്പോഴത്തേക്ക് ശ്രുതി പറഞ്ഞു, അതെ, നീ കാരണമല്ലേ അങ്ങനെ ചതിക്കാൻ എൻ്റെ ശ്രുതി കൂട്ടുനിന്നത്. അതുകൊണ്ട് മര്യാദയ്ക്ക് 50 ലക്ഷം ഇവിടെ വെച്ചോ. അയ്യോ, പിന്നെ നീ പറയുമ്പോൾ 50 ലക്ഷം എടുത്തു തരാനേ. ഇപ്പൊ എന്താ, ഞാൻ തരില്ലെന്ന് പറഞ്ഞാൽ ഞാൻ തരില്ല. ആ, എന്നാ പിന്നെ നമുക്ക് നോക്കാം. നീലിമേ, ദേ, നിന്നോട് ക്യാഷ് മേടിക്കാൻ പറ്റൂല്ലോ ഞാൻ നോക്കട്ടെ. ശ്രുതി ഒരു കാര്യം ചെയ്യ്, പോലീസിനെ വിളിക്കുക. ഇവള് സുധിയെ കബളിപ്പിച്ച് പണം കൈക്കലാക്കിയെന്നും പറഞ്ഞ് നമ്മൾ പരാതി കൊടുത്തിരുന്നില്ലേ? പോലീസ് വന്ന് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്താലേ പണം താനെ ഇവള് കൊണ്ടുതരും, അല്ലെങ്കിൽ പണം താനെ വരും. അതും കൊണ്ട് പോലീസിനെ വിളിക്കുക. അപ്പം പെട്ടെന്ന് നമ്മുടെ നീലിമ പറഞ്ഞു, പ്ലീസ് പ്ലീസ് പോലീസിനെ കോൾ ചെയ്യരുത്. നാളെ എനിക്ക് കാനഡയിലേക്ക് പോകേണ്ടതാ, പ്ലീസ്. ഓഹോ, അപ്പൊ നീ നാളെ കാനഡയിലേക്ക് പോവുകയാണല്ലേ? എന്നാ പിന്നെ നീ പോകുന്ന എനിക്കൊന്ന് കാണണമല്ലോ. ആ, നിന്റെ പേരിൽ കേസെടുത്താ പിന്നെ നീ എങ്ങനെ കാനഡയിലേക്ക് പോകും? നിനക്ക് ഈ രാജ്യം വിട്ട് എവിടെ പോകാനും പറ്റത്തില്ല. പറ്റുമോ? പോലീസിനെ വിളിക്കുക. കേരളത്തിന് പുറത്തു പോകണമെങ്കിൽ തന്നെ നിനക്ക് പോലീസിന്റെ പെർമിഷൻ വേണം. ശ്രുതി പോലീസിനെ വിളിക്കുക എന്നിങ്ങനെ ശ്രുതി വീണ്ടും പറഞ്ഞപ്പോഴത്തേക്കും, അയ്യോ, പോലീസിനെ വിളിക്കരുത്, നാളെ എനിക്ക് കാനഡയ്ക്ക് പോയേ പറ്റൂ. ആ, നീ കാനഡയ്ക്ക് പൊക്കോ. ആ, ക്യാഷ് തന്നതിന് ശേഷം കാനഡയിലോ സ്വർഗത്തിലോ നരകത്തിലോ നീ എവിടെ വേണമെങ്കിലും പൊക്കോ, ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. ദേ, ശ്രുതി പെട്ടെന്ന് പോലീസിനെ ഫോൺ ചെയ്യ്. നമുക്ക് ഫോൺ ചെയ്യാം, ഇവിടെ ഒന്നും വെറുതെ വിടാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നേരെ പോലീസിനെ വിളിക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ നീലിമ കാല് പിടിക്കുകയാണ്, അയ്യോ, ഫോൺ ചെയ്യല്ലേ 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 എന്ന്. പക്ഷെ അതൊന്നും കേൾക്കാൻ വേണ്ടി ശ്രുതി കൂട്ടാക്കിയില്ല. അങ്ങനെ ഒരു കത്രിക എടുത്തിട്ട് നമ്മുടെ ശ്രുതി പറഞ്ഞു, ഇവിടെ നിന്ന് പോകാൻ ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെ, ഈ കത്രിക എടുത്ത് നിന്റെ ശരീരത്തെ ഞാൻ കൂത്തും, പിന്നെ നിനക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റത്തില്ല. ഞാൻ മോശക്കാരിയല്ലേ, നീ ചെറിയ സമയത്തിനുള്ളിൽ നിനക്ക് മനസ്സിലായി കാണുമല്ലോ. അതുകൊണ്ട് ഈ ശ്രുതിക്ക് എന്തും ഏതും ചെയ്യാനുള്ള കഴിവും തൻ്റെ ഇടവുമുണ്ട്. മര്യാദയ്ക്ക് നീ ഇവിടെ ഇരുന്നില്ലെങ്കിൽ നിന്റെ ജീവിതം ഇവിടെ കൊണ്ട് ഫ്ലോപ്പ് ആയത് നീ കൂട്ടിക്കൊണ്ടാൽ മതി. അതുകൊണ്ട് മര്യാദ പാലിക്കണം എന്നും പറഞ്ഞ് അവിടെ പിടിച്ച് അങ്ങോട്ട് ഇരുത്തി കേട്ടോ. ഏതായാലും ഈ സമയം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രേവതി എവിടെയുള്ളത്? പൂക്കടയിലല്ല, സോറി, എവിടെ ഒരു കടയിൽ ഒരു ചേച്ചി അങ്ങോട്ട് അപ്പുറം വരെ പോയപ്പോഴത്തേക്ക് നമ്മുടെ രേവതിനെ ഏൽപ്പിച്ചിട്ട് പോയതാ. അപ്പൊ ആ ചേച്ചി വന്നിട്ട്, വളരെ ഉപകാരം രേവതി. അല്ല, ഞാൻ ലേറ്റ് ആയോ? കുറച്ച് ലേറ്റ് ആയി ചേച്ചി. ആ, പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നാളെ എന്നും എടുക്കുന്നേക്കാൾ 2 മുഴം കൂടുതൽ എടുക്കണം കേട്ടോ പോവേ. ആ, എങ്കിൽ പിന്നെ ശരി ചേച്ചി, ഞാൻ പോവാന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി റോഡും ക്രോസ് ചെയ്തിട്ട് വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് പോയി. നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് വണ്ടി കാണുന്നില്ല. അയ്യോ ഈശ്വര, എൻ്റെ സ്കൂട്ടർ എവിടെ? എൻ്റെ സ്കൂട്ടർ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു ബാബ അതിലെ കൂടെ എല്ലാം നടന്ന് അലഞ്ഞു തിരിയുവാണ് കേട്ടോ.
അപ്പോഴേക്കും അവിടെ ഒരു ചേട്ടൻ നിൽപ്പുണ്ടായിരുന്നു. ആ ചേട്ടനോട് ചോദിച്ചു, അല്ല ചേട്ടാ, ഇവിടെ ഞാനൊരു സ്കൂട്ടർ നിർത്തിയിരുന്നു, പുറകിൽ ബോക്സ് ഉള്ളത്, അത് കാണുന്നില്ല. ആ മോളെ, ചുമന്ന സ്കൂട്ടറാണോ? ആ അതെ അതെ അതെ, അത് പോലീസ് എടുത്തോണ്ട് പോയല്ലോ. പോലീസ് എടുത്തോണ്ട് പോയെന്നോ? അതെന്താ പോലീസ് എടുത്തോണ്ട് പോയത്? അത് പിന്നെ ഇവിടെ വണ്ടി വെക്കാൻ പാടില്ല, അതെ, നോ പാർക്കിംഗ് ബോർഡ് കണ്ടില്ലേ എവിടെ എന്ന് പറഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് അവിടെ നോ പാർക്കിംഗ് എന്ന് എഴുതിയിട്ടുമുണ്ട്. ഷോ, ഇനി എന്ത് ചെയ്യും എൻ്റെ ഈശ്വര, എൻ്റെ വണ്ടി കൊണ്ടുപോയല്ലോ. മോളെ, ഇവിടെ നിന്നിട്ട് കാര്യമില്ല, മോള് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്ന നല്ലത്. അവിടെ ചെന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ പറഞ്ഞു. നമ്മുടെ രേവതി വിട്ടുപോയില്ലേ, രേവതി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുക, എൻ്റെ ഈശ്വര മണ്ടത്തരമാണല്ലോ കാണിച്ചത്, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, എന്തെങ്കിലും ഒന്ന് ചെയ്തല്ലേ പറ്റൂന്നും പറഞ്ഞുകൊണ്ട് എന്താ ചെയ്യുന്നത്, നമ്മുടെ രേവതി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിട്ടടിച്ച് പോവുകയാണ്. സച്ചിനെ വിളിക്കാൻ പേടി. സച്ചിനെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ പ്രശ്നം ഉണ്ടാകും. കാരണം സച്ചിക്ക് വീണ്ടും എപ്പോഴും എപ്പോഴും ഇങ്ങനെ രേവതിയുടെ പുറകെ നടക്കാനായിട്ട് പറ്റും. ഓപ്പറേഷൻകാർ കൊണ്ടുപോയെന്നും പറഞ്ഞൊരു പ്രശ്നം ഉണ്ടാക്കി. ഇപ്പം എന്തേ, നമ്മുടെ വണ്ടി പോലീസുകാർ കൊണ്ടുപോയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ രേവതിയുടെ കയ്യിലെ പ്രശ്നമാണല്ലോ. അതിന് പാർക്കിംഗ് എന്ന് എഴുതിയ സ്ഥലത്ത് ഇടാൻ പാടില്ല വാഹനം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് സച്ചിനെ വിളിച്ച് പറയുന്നത് നല്ലതല്ലെന്ന് നമ്മുടെ രേവതിക്ക് മനസ്സിലായിട്ടോ. അതുകൊണ്ട് രേവതി തന്നെ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ സമയത്ത് വീണ്ടും കാണിക്കുന്നത് ബ്യൂട്ടി പാർലറാണ്. അപ്പൊ പോലീസ് വരാറാകുന്നതേ ഉള്ളൂ. അപ്പൊ നീലിമേനെ എങ്ങനെയെങ്കിലും അവിടെ അടക്കി ഇരുത്തണം. അങ്ങനെ നമ്മുടെ ശ്രുതി വീണ്ടും ആ കത്രിക കാണിച്ച് പേടിപ്പിച്ച് ഭീഷണിപ്പെടുത്തിയാണ് അവിടെ ഇരുത്തുന്നത്. അല്ലെങ്കിൽ നീലിമ അപ്പം തന്നെ എണീറ്റ് എങ്ങനെയും രക്ഷപ്പെട്ടു പോയാലോ. അതുകൊണ്ട് ആ കത്രിക കയ്യിൽ വെച്ചിട്ടുണ്ട്, കത്രിക കളഞ്ഞിട്ടില്ല. അങ്ങനെ നമ്മുടെ സുധി വന്നിട്ട് വീണ്ടും പറഞ്ഞു, എന്റെ ക്യാഷ് തിരിച്ചു താടി, അതാ നിനക്ക് നല്ലത്. തന്നില്ലെങ്കിൽ നീ എന്ത് ചെയ്യും എന്നെ? നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടല്ലോ, പക്ഷെ നിങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നെ ഭീഷണിപ്പെടുത്തി തടഞ്ഞു വെച്ചതിന് നിന്നെയും നിന്റെ കെട്ടിയവനെയും ഞാൻ ജയിലിൽ കയറ്റും. എന്താ സംഭവിക്കുന്നത് ഇപ്പൊ കാണാൻ നീലിമ, നീ വായടച്ച് മര്യാദയ്ക്ക് ഇരുന്നോ ഇവിടെ. ഭീഷണിപ്പെടുത്തി തടഞ്ഞു വെച്ചു പോലും, ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞു. ഈ സ്പോട്ടിൽ തന്നെ പോലീസ് ബ്യൂട്ടി പാർലറിൽ എത്തുകയും ചെയ്തു കേട്ടോ. അയ്യോ, പോലീസ് എത്തിയ ഉടനെ വിഷയം അങ്ങോട്ട് മാറിയില്ലേ. നമ്മുടെ നീലിമ അങ്ങോട്ട് അയ്യോ സാറേ, എന്നെ രക്ഷിക്കു സാറേ, സാറേ ഇവരെന്നെ തടഞ്ഞു വെച്ച് ഭീഷണിപ്പെടുത്തുക സാറേ, സാറ് കൃത്യസമയത്ത് തന്നെയാണ് സാറേ വന്നത്, കത്രിക കാണിച്ച് കൊല്ലൂന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഇവരെന്നെ തടഞ്ഞു വെച്ചിരിക്കുക സാറേ, പ്ലീസ് സാർ എന്നെ ഒന്ന് രക്ഷിക്കണം സാർ എന്ന് പറഞ്ഞു ഭയങ്കര അഭിനയം. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു, സാർ ഇവള് കള്ളം പറയുക, സാറിന്റെ മുന്നിലേ ഇവള് അഭിനയിക്കുക ചെയ്യുന്നത്. ഇവളെ ഞങ്ങൾ കൊല്ലാനൊന്നും നോക്കിയിട്ടില്ല. നീലിമ എന്ന് പറയുന്ന ഒരു പെണ്ണ് 50 ലക്ഷം തട്ടിയെടുത്ത് കടന്നു കളഞ്ഞു എന്നും പറഞ്ഞ് സുധി ഒരു പരാതി തന്നിരുന്നില്ലേ, ആ ക്യാഷ് തട്ടിയെടുത്തത് ഈ പെണ്ണാന്ന് പറഞ്ഞു. അപ്പൊ നീലിമ പറഞ്ഞു, അയ്യോ നോ സാർ, ഐ ഡോണ്ട് നോ സാർ, എനിക്കൊന്നും അറിയില്ല സാർ, ഞാൻ കാനഡയിലുള്ളതാണ്, ഇവരെന്നെ ഭീഷണിപ്പെടുത്തി ക്യാഷ് മേടിക്കാൻ വേണ്ടി ശ്രമിക്കുക. നിനക്കെതിരെ എത്രയോ മാസങ്ങൾക്ക് മുമ്പ് ഇവൻ പോലീസ് സ്റ്റേഷനിൽ പരാതി തന്നെന്ന് അറിയാമോ മോളെ? ഇവന്റെ 50 ലക്ഷം രൂപ തട്ടിയെടുത്തിട്ടാണ് അല്ലെ നീ ഇവിടുന്ന് കാനഡയിലേക്ക് പോയത്. ഞങ്ങൾ തരുന്നൊരു പ്രതിയാ നീ. പ്രതിയോ? അങ്ങനെ പറയരുത് സാർ, ഞാൻ പ്രതിയൊന്നുമല്ല. എനിക്ക് ഇവൻ തരാനുള്ള 50 ലക്ഷം രൂപ അത് ഇവൻ എനിക്ക് തന്നതാ, ഞാൻ ഇവന്റെ ക്യാഷ് ഒന്നും തട്ടിയെടുത്തിട്ടില്ല സാർ, പ്ലീസ് സാർ. അപ്പോഴത്തേക്ക് നമ്മുടെ സുധി പറഞ്ഞു, സാർ ഇവള് കള്ളവാ പറയുന്നത്, നട്ടാൽ കുരുക്കാത്ത കള്ളവാ ഇവള് പറയുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ ആരാ നീലിമ വീണ്ടും പറഞ്ഞു, അല്ല എൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് തട്ടിയെടുത്തതിന് വല്ല തെളിവുണ്ടോ? ഒരു തെളിവുമില്ലല്ലോ, എനിക്ക് പോകണം. അതെ, സോഷ്യൽ മീഡിയയിൽ എനിക്ക് 1 മില്യൺ അധികം ഫോളോവേഴ്സ് ഉണ്ട്. പോലീസിനെ വെച്ച് വരട്ടെയും. ഇവൻ എൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് തട്ടാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടാലേ എല്ലാവരും കുടുങ്ങും. അപ്പോഴത്തേക്ക് സുധി പറഞ്ഞു, ഇവള് പറയുന്നത് കേട്ടില്ലേ, സാറിനെയും കൊടുക്കുന്ന പറയുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് പോലീസുകാർക്ക് ദേഷ്യം വന്നു. പോലീസുകാരൻ പറഞ്ഞു, എന്താ ഇതൊക്കെ കേട്ട് ഞങ്ങൾ പേടിച്ച് നിന്നെ വിടുമെന്നാണോ കരുതിയത് നീലിമ? നീലിമ അങ്ങനെ വിടത്തില്ല. അത് പിന്നെ സാർ, ക്യാഷ് തട്ടിയെടുത്തിട്ടില്ല ഞാൻ, ഇവര് പറയുന്നത് തട്ടിയെടുത്തിട്ടുണ്ടെന്നാണല്ലോ. ഒരു കാര്യം ചെയ്യേ, ബാ നമുക്ക് സ്റ്റേഷനിൽ പോയി സംസാരിക്കാം. 3 പേരും വണ്ടിയിലേക്ക് വന്ന് കയറ്. പിന്നെ അവിടെ ആവുമ്പം സത്യം പറയിക്കാനുള്ള ചില സൂത്രപ്പണികളൊക്കെ പ്രയോഗിക്കാൻ പറ്റും. അയ്യോ സാർ, എനിക്ക് സ്റ്റേഷനിലേക്കൊന്നും ഇപ്പം വരാൻ പറ്റില്ല സാർ, ചില കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട്, എനിക്ക് നാളെ കാനഡയിലേക്ക് പോകണം സാർ, തിരിച്ചവിടെ എത്തിയേ പറ്റൂ. പറഞ്ഞ അനുസരിച്ചോ, ഞാനാ പറഞ്ഞത് 3 പേര് സ്റ്റേഷനിലേക്ക് വരാൻ. സഹകരിച്ചില്ലെങ്കിൽ പിടിച്ചു വണ്ടിയിൽ ഞാൻ വലിച്ചിടും, അറിയാലോ. അതുകൊണ്ട് കയറ്, പോലീസ് ജീപ്പിൽ കയറാനാ പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിനെയും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാം. ഒപ്പം നമ്മുടെ നീലിമയുണ്ട് കേട്ടോ. ഈ സമയത്താണെങ്കിൽ നമ്മുടെ രേവതി പോലീസ് സ്റ്റേഷനിൽ എത്തി. അങ്ങനെ പതുക്കെ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോഴത്തേക്കും രേവതിയുടെ വാഹനം കിടക്കുന്നു, സ്കൂട്ടി. രേവതി ഓടിച്ചെന്ന് സ്കൂട്ടിയിൽ ഇങ്ങനെ തൊട്ടൊക്കെ നോക്കിയിട്ട് അവിടെ ഒരു വനിതാ പോലീസ് ഉണ്ടായിരുന്നുണ്ട്. വനിതാ പോലീസിനോട് പറഞ്ഞു, അയ്യോ മേഡം, ഇതെന്റെ സ്കൂട്ടറാ, ഞാൻ പൂ വിൽക്കാൻ വേണ്ടി അതവിടെ നിർത്തിയതായിരുന്നു,
പക്ഷെ നോ പാർക്കിംഗ് എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അല്ല, താനീ പറയുന്നത് ഞങ്ങൾ മോഷ്ടിച്ചോണ്ട് വന്ന പോലെയാണല്ലോ. അതെ, നോ പാർക്കിംഗ് ഏരിയയിൽ വണ്ടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കും. അത് പിന്നെ ഞാൻ നോ പാർക്കിംഗ് ബോർഡ് ശ്രദ്ധിച്ചില്ല മാഡം. പ്ലീസ് മാഡം, കടയിൽ പൂ കൊടുത്തിട്ട് പെട്ടെന്ന് വരാതെ കരുതിയ ഞാൻ അവിടെ നിർത്തിയിട്ട് പോയത്. ആ കടയിൽ ചേച്ചി കുറച്ച് സമയം എന്നോട് കടയിൽ നിൽക്കാൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്നത്. അതാ ലേറ്റായി പോയത് മാഡം. പ്ലീസ് മാഡം, എനിക്ക് എൻ്റെ വണ്ടി വേണം. വണ്ടി എനിക്ക് വിട്ടു തരണം മാഡം. കുറച്ച് കടയിലും കൂടി പൂ കൊടുക്കാനുണ്ട്. അയ്യോ, എനിക്ക് വണ്ടി ഒന്നും തരാൻ പറ്റില്ല. SI സാറിനെ കാണാം. അദ്ദേഹം പുറത്ത് പോയിരിക്കുക. അദ്ദേഹം ഇപ്പോൾ വരും. എന്നിട്ട് അകത്തേക്ക് കയറി വന്ന് SI സാറിനെ കണ്ടു മേടിച്ചോ. അപ്പോഴത്തേക്കും വീണ്ടും നമ്മുടെ രേവതി വന്നിട്ട്, മാഡം എനിക്ക് അറിയാതെ പറ്റിപ്പോയതാ. ആ ബോർഡ് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഞാൻ വണ്ടി നിർത്തിയത്. ഇനി ഞാനിത് ആവർത്തിക്കില്ല മാഡം. ഞാൻ ട്രാഫിക് നിയമങ്ങളൊക്കെ പാലിക്കാറുണ്ട്. ലൈസൻസ് പേപ്പേഴ്സ് ഒക്കെ എൻ്റെ വണ്ടിക്കകത്തുണ്ട്. വേണമെങ്കിൽ മാഡം ഒന്ന് ചെക്ക് ചെയ്തോ. അതൊന്നും എടുക്കണ്ട. അതെ, പൂ വിൽക്കാനായിട്ട് എൻ്റെ ഹസ്ബൻഡ് മേടിച്ചെന്ന വണ്ടിയായത്. ആ ബോക്സിനകത്ത് നിറയെ പൂക്കളാ. കുറേ സ്ഥലത്ത് കൊടുക്കാനും ഉള്ളതാ. കുറേ സമയം ഇങ്ങനെ വെച്ചോണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ വാടിപ്പോകും. അതറിയില്ലേ മാഡം, പൂവല്ലേ. പ്ലീസ് മാഡം, എനിക്ക് എൻ്റെ വണ്ടി താ മാഡം. നിങ്ങൾക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എനിക്ക് വണ്ടി വിട്ടു തരാനൊന്നും പറ്റില്ല. ഞാനിവിടുത്തെ ഓഫീസറൊന്നും അല്ല. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ SI സാറ് വരണം. എന്നിട്ട് നീ അദ്ദേഹത്തോട് സംസാരിക്കുക. അത് പിന്നെ പ്ലീസ് മാഡം, ഇനി ഞാനിത് ആവർത്തിക്കില്ല മാഡം. പ്ലീസ് പ്ലീസ് മാഡം, എനിക്ക് എൻ്റെ വണ്ടി വിട്ടുതാ. പറഞ്ഞതനുസരിക്കാനാ പറഞ്ഞത്. അവിടെ എങ്ങനെ പോയിരുന്നോ? SI സാറ് വരുമ്പോൾ നിന്നെ വിളിക്കും. അപ്പം നീ കയറി ചെന്നിട്ട് കാര്യം പറഞ്ഞാൽ മതി. അല്ലാതെ എന്നോട് പറഞ്ഞിട്ട് യാതൊരു പ്രയോജനമില്ല കൊച്ചേ എന്ന് പറഞ്ഞ് നമ്മുടെ രേവതിനെ അവിടെ നിർത്തിയിട്ട് ആ വനിതാ പോലീസുകാരി അങ്ങ് പോയി കേട്ടോ. നമ്മുടെ രേവതി പെട്ട അവസ്ഥ. നമ്മുടെ രേവതി പോലീസ് സ്റ്റേഷന് മുമ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നറിയില്ല. നമ്മുടെ സച്ചിയോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് അതിലും വലിയ പ്രശ്നമായി തീരുമല്ലോ. ഈ സമയത്താണെങ്കിൽ നമ്മുടെ ശ്രുതിയും സുതിയും നീലിമയും കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണ് കേട്ടോ. ഇത് രേവതി കാണുന്നില്ലേ? രേവതി ഇപ്പുറത്തെ സൈഡിലാണ്. അങ്ങനെ നമ്മുടെ നീലിമ കയറി വന്ന ഉടനെ പറയുകയാണ്, അത് പിന്നെ ഞാൻ വെറും ഇന്നസെന്റ് ആയ ഗേളാണ് സാർ, പ്ലീസ് സാർ എന്നെ വിട് സാർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു, ഇവള് ഇന്നസെന്റ് ഒന്നും അല്ല, ഇവള് ഫ്രോഡാ സാർ, ഫ്രോഡാ. നിങ്ങൾ മൂന്നും മിണ്ടാതിരുന്നോ. മര്യാദയ്ക്ക് അകത്തേക്ക് കയറുക. ഒച്ച വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനെയും പിടിച്ച് ലോക്കപ്പിനകത്തിടും. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിനെ പിടിച്ചവിടെ നിർത്തിയിട്ടോ ശ്രുതി. എന്നിട്ട് ശ്രുതി പറഞ്ഞു, അതെ, നമ്മൾ അകത്ത് കയറിപ്പോയാൽ നമുക്ക് നമ്മുടെ ക്യാഷ് കിട്ടുമോ? ഇനി നമ്മൾ പ്രതി വല്ലതും ആകുമോ? പേടിക്കുന്ന എന്തിനാ എൻ്റെ പൊന്നു ശ്രുതി, പേടിക്കണ്ട. വാ, നമുക്ക് അവരുടെ കൂടെ അകത്തേക്ക് കയറി പോകാം. ഇവിടെ വേറെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇത് പോലീസ് സ്റ്റേഷനല്ലേ. നമ്മൾ ക്യാഷ് മേടിച്ചിട്ട് ഇവിടെ നിന്ന് തിരിച്ചു പോകത്തുള്ളൂ. നമുക്ക് ഈ ക്യാഷ് കിട്ടും, നമ്മുടെ ക്യാഷ് കിട്ടും എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി പോലീസ് സ്റ്റേഷൻ്റെ അകത്തേക്ക് കയറി പോവുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ നീലിമയും ശ്രുതിയും കൂടി പോലീസ് സ്റ്റേഷൻ്റെ അകത്തേക്ക് കയറി ചെന്നു അവിടെ നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ ശ്രുതി കാണിച്ചു കൊടുക്കുക ഫോണിലുള്ള ആ ഒരു പ്രൂഫ്. എൻ്റെ ജോയിനിൽ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന 50 ലക്ഷം രൂപ ഇവളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയത് കണ്ടോ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏതായാലും ഇതിങ്ങനെ നോക്കിക്കൊണ്ട് പോലീസുകാരെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. നയനുടെയും ആദർശിൻ്റെയും കഥയുമായിട്ട് ഞാനിപ്പോൾ വരുന്നതായിരിക്കും. ഇപ്പോൾ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത്. ടാറ്റാ, ബൈ ബൈ.